പാർട്ടികളുടെ സമരത്തെക്കുറിച്ച് പറയണമെന്ന് പലതവണ കരുതിയതാണ്. പക്ഷെ സത്യം പറയാലോ, മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എന്ന ചിന്ത പിന്നോട്ട് വലിക്കുകയായിരുന്നു. സെലിബ്രിറ്റികളും മറ്റും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പാർട്ടികളുടെ വീരഗാഥ പോസ്റ്റുകളും റീലുകളും തള്ളുന്നത് കണ്ടപ്പോൾ മറുപടി പറയാൻ ആലോചിച്ചതാണ്. പക്ഷെ ചെയ്തില്ല. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ കുട്ടികളുടെ ഭാവിയോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് പൗരധർമ്മം വല്ലാണ്ടുണർന്ന് നിഷ്പക്ഷമായി രാജ്യത്തിലെ യുവത്വത്തിന് വേണ്ടി ഗർജിക്കുന്നത് കാണുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിശദമായി പറയണമെന്ന് പലകുറി തോന്നിയതാണ്. അതും ചെയ്തില്ല. എന്തുകൊണ്ടാണ് എന്നല്ലേ? അവരുടെ പ്രശ്നം എന്താണെന്നും അവരുടെ സൂക്കേട് എന്താണെന്നും അവരുടെ ആവശ്യവും ആഗ്രഹവും എന്താണെന്നും അവരുടെ പിന്നിൽ ആരൊക്കെയാണെന്നും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് തന്നെ. ഞങ്ങളും കഴിക്കുന്നത് അരിയാഹാരം തന്നെയാണെന്നേ, അല്ലാതെ മണ്ണ് വാരി തിന്നവരല്ല എന്നേ അവരോടൊക്കെ പറയാൻ തോന്നുന്നുള്ളൂ. അതിനപ്പുറം യാതൊരു വിശദീകരണവും അവർക്ക് കൊടുക്കാൻ പോലും തോന്നുന്നില്ല എന്നതാണ് സത്യം. 10-12 വർഷമായി പല പേരിൽ ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന രാഹുൽ രാജീവിനും ചൈനയുടെ അച്ചാരത്തിൽ ജീവിക്കുന്ന ഇടതുപക്ഷ അർബൻ നെക്സലൈറ്റുകളും ആസാദി വാഴകളും ചേർന്ന് ഈ രാജ്യത്ത് പല പേരിൽ പല രൂപത്തിൽ നടത്തിയ പൊറാട്ട് നാടകത്തിന്റെ പുതിയ രൂപം എന്നതിലപ്പുറം പാർട്ടികൾക്ക് ഈ രാജ്യത്ത് യാതൊരു പ്രസക്തിയും ഇല്ല എന്നത് അവർക്ക് മാത്രം മനസ്സിലാവില്ല എന്നതാണ് ഇതിലെ തമാശ. ഇതിൽ രാഷ്ട്രീയമില്ല. രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ സംഘടന എന്നൊക്കെ തള്ളി വന്നിട്ട് പതിവ് സാമ്പാർ രൂപം തന്നെയല്ലേ നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. എന്താണ് വ്യത്യാസമുള്ളത്? അവരൊക്കെ കൂടെ ഇപ്പൊ തന്നെ രാജ്യം ഉഴുതുമറിക്കും, ഡൽഹി വിറയ്ക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച എത്രയെത്ര സമരങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നു. നേപ്പാൾ ആവർത്തിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പാർട്ടികൾ വിശ്വസിക്കുന്നത്. അവർ അങ്ങനെ സ്വപ്നം കാണട്ടെ. കേന്ദ്രമന്ത്രിസഭ പുനർസംഘടന നടക്കാനിരിക്കെയാണ് ഈ പാർട്ടികൾ ഷോ ആരംഭിക്കുന്നത്. സ്വാഭാവികമായും പുനർസംഘടനയിൽ വിദ്യാഭ്യാസ മന്ത്രി മാറാൻ സാധ്യതയുണ്ടായിരുന്നതുമാണ്. അതിന് ക്രെഡിറ്റ് അടിക്കാനായിരുന്നു അണ്ണന്മാരുടെ പരിപാടി. എന്തായാലും പാർട്ടികളുടെ സമരം ആരംഭിച്ചതോടെ പുനർസംഘടന തന്നെ മാറ്റിവെച്ചു കളഞ്ഞു. എന്തായാലും പാർട്ടികൾ സ്വപ്നം കാണുന്നത് തുടരട്ടെ. അതിൽ കൂടുതൽ യാതൊരു വിശദീകരണവും നിങ്ങൾക്കില്ല. ആശംസകൾ. കുറെ പാർട്ടികൾക്ക് പോലീസ് കേസുകളും കുറെ എണ്ണം ജയിലിലുമാവും എന്നല്ലാണ്ട് വേറെ ചുക്കും ചുണ്ണാമ്പും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ പോലീസിനെ കൊണ്ട് കൂട്ടിയാ കൂടില്ല എന്നൊരു സാഹചര്യം വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആയാൽ പാർട്ടികൾ വല്ലാണ്ട് വിയർക്കുമെന്നേ ഇപ്പോൾ പറയാനുള്ളൂ. കാരണം നേപ്പാൾ അല്ലല്ലോ ഭാരതം. ഈ രാജ്യത്ത് മറ്റൊരു സേന കൂടെ ഉണ്ടെന്നേ ഒരു വിസിൽ മുഴക്കത്തിന് കാതോർത്ത് അത്രേ പറയാനുള്ളൂ. രാഷ്ട്രീയ അജണ്ടകൾക്ക് താല്പര്യമില്ലാത്ത, വിഷയം കൃത്യമായി പഠിക്കാനും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട നാൾവഴികളും നടപടികളും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വയം സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ കണ്ടവന്മാരിടുന്ന പ്രൊപ്പഗണ്ട റീലും പോസ്റ്റും വായിച്ചും കണ്ടുമല്ല ഈ വിഷയം പഠിക്കേണ്ടതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഒരു വിസിൽ മുഴക്കത്തിന് കാതോർത്ത് ഈ രാജ്യത്ത് മറ്റൊരു സേന കൂടി ഉണ്ട് എന്ന ബോധം ഈ പാർട്ടികൾക്കും പഴുതാരിക്കുമൊക്കെ ഉള്ളത് നന്നാവും. ബലിക്കാക്കകൾക്ക് കൈയടിക്കേണ്ടി വരില്ല ബന്ധുമിത്രാദികൾക്ക്. അപ്പോ നമോ വാകം. ഹിന്ദു രക്ഷാ